ഭരണം ലക്ഷ്യം വെച്ചിരിക്കുന്ന പിണറായി വിജയനെ വിറപ്പിക്കുന്ന കോൺഗ്രസിന്റെ പോരാളിയായി അടൂർ പ്രകാശ് മാറുന്നുവെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. KPCCയുടെ പുതിയ ടീം ചുമതല ഏറ്റെടുത്ത് സജീവമാകുമ്പോൾ എല്ലാവരും ഷാഫി പറമ്പലിനെയും PC വിശ്വനാഥിനെയും പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ശരിക്കും താരമാകുക അടൂർ പ്രകാശ് തന്നെയാകും. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം ക്രിയാത്മകമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഏറ്റവും പ്രധാനിയാണ് അടൂർ പ്രകാശ്. തുടർച്ചയായി CPM മാത്രം വിജയിച്ചു വന്നിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശ് വണ്ടി കയറുമ്പോൾ സകലമാന ആളുകളും അദ്ദേഹം പരാജയപ്പെടുമെന്ന് വിധിയെഴുതി. പക്ഷേ സ്വന്തം മിടുക്കുകൊണ്ട് മാത്രമാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിനെ MP ആയി വിജയിച്ചു വന്നത്. CPMന്റെ കള്ളവോട്ട് രാഷ്ട്രീയത്തെ തകർത്ത് തരിപ്പണമാക്കുവാൻ സാധിച്ചെടുത്താണ് അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങലിലെ ആധികാരിക ജയം. ഓരോ ബൂത്തുകളിലും നേരിട്ട് സന്ദർശനം നടത്തി ഇരട്ടി വോട്ടുകളെ കണ്ടുപിടിച്ച് കള്ളവോട്ട് ശ്രമങ്ങളെ പൂർണ്ണമായും പരാജയപ്പെടുത്തുവാൻ അടൂർ പ്രകാശിന് അന്ന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളും അടൂർ പ്രകാശിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനാണ് അടൂർ പ്രകാശ് എന്ന് ആർക്കും നിസ്സംശയം പറയാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയും UDF ഭരണവും എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. അടൂർ പ്രകാശ് പറഞ്ഞാൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു പരിശോധിച്ചാലും ആർക്കും അത് മനസ്സിലാകാവുന്നതേയുള്ളൂ. അടൂർ പ്രകാശിനെ തെരഞ്ഞെടുപ്പ് താരമാക്കിയത് ഇടതു കോട്ടയായിരുന്ന കോന്നി മണ്ഡലത്തെ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് കോൺഗ്രസ് കോട്ടയാക്കി മാറ്റിയതിലൂടെയായിരുന്നു. ഇക്കാലയളവിൽ 2 തവണ മന്ത്രിയായപ്പോൾ ജില്ലയുടെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉറച്ച കമ്മ്യൂണിസ്റ്റ് മണ്ഡലമായിരുന്ന കോന്നിയിൽ നിന്ന് 1996 അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 806 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. പിന്നീട് 4 തവണ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള വളമായിരുന്നു ആ 3 അക്കം. ഭൂരിപക്ഷം പിന്നീട് 20,000-ലേറെയായി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. മണ്ഡലം മാറി ആദ്യമായി ലോക്സഭയിലേക്ക് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 38,000 കടക്കുകയും ചെയ്തു. 2004 മുതൽ 1.5 വർഷത്തോളം ഉമ്മൻചാണ്ടി സർക്കാരിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യം റവന്യൂ വകുപ്പുകളുടെയും മന്ത്രിയായിരുന്നു. 2024 സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇടതു കോട്ടയായി അറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൽ 2ാം വട്ടവും അടൂർ പ്രകാശ് കൈപ്പിടിയിൽ ഒതുക്കിയത്. അടൂർ പ്രകാശ് 3,80,51 വോട്ടും LDF സ്ഥാനാർത്ഥിയായ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി 3,27,367 വോട്ടും V മുരളീധരൻ 3,11,779 വോട്ടും നേടി. പോൾ ചെയ്ത വോട്ടുകളിൽ പുനഃപരിശോധന നടത്തിയ ശേഷമാണ് 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അടൂർ പ്രകാശിനെ UDF കൺവീനർ ആക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടിയാണ്. ആ ഉത്തരവാദിത്തം വിശ്വസിച്ചേൽപ്പിക്കുവാൻ കഴിയുന്നവരിൽ ഏറ്റവും പ്രധാനിയും അടൂർ പ്രകാശ് തന്നെ. വരുന്ന UDF മന്ത്രിസഭയിലെ നിർണായക പദവിയിലേക്ക് അടൂർ പ്രകാശിനെ പരിഗണിക്കുന്നുവെന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയാകും അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് എത്തുക. കോന്നിയുടെ പ്രിയപ്പെട്ട അടൂരിനെ കോന്നിക്കാർ വീണ്ടും നെഞ്ചിലേറ്റുമെന്ന് കോൺഗ്രസ് കരുതുന്നു.